ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണേ എൻ്റെ വീട്ടിലുണ്ടായ ഒരു ഓറഞ്ച് മരമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് കുറേ കാലമായി. ഇപ്പോൾ ഗൾഫിൽ ഈ ഫ്രൂട്ട്സിൻ്റെ കമ്പനിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വിടുന്നൊരു തെയ്യായിരുന്നു. കുറേ കാലമായി, ഒരു 5-6 വർഷമൊക്കെ ഇതുമ്പോൾ ഓറഞ്ച് ഉണ്ടാവില്ല തുടങ്ങിയിട്ട്. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞീ ഓറഞ്ച് ആയിട്ടാട്ടെ അപ്പോൾ നമുക്കത് കഴിക്കാനൊന്നും പറ്റിയിരുന്നില്ല കേട്ടോ. ഭയങ്കര പുളിയായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം കലക്കണ പോലെ നാരങ്ങയൊക്കെ പിഴിയണ പോലെ പിഴിഞ്ഞിട്ട് കുടിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇതാ കുറേ കാലത്തിന് ശേഷം വലിയൊരു ഓറഞ്ച് ഉണ്ടായിട്ടോ. അപ്പോൾ ഞങ്ങൾ പൊട്ടിക്കണ കാഴ്ചയൊക്കെ ആയിരുന്നു. അപ്പോൾ ഉപ്പി അനിയനൊക്കെ കൂടിയിട്ട് അത് പൊട്ടിക്കുകയാണ്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് അത്യാവശ്യത്തിന് വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരവും ഉണ്ടായിരുന്നു. ഇത്ര വലിപ്പത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടണത്. അതേപോലെ ഇവിടെ ഇപ്പോൾ കൂടുന്നൊരു മിൽക്ക് ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് പൊട്ടിക്കുമ്പോൾ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അതിന് ഞങ്ങൾ വെറുതെ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. ജ്യൂസ് അടിച്ചിട്ടാണ് കഴിക്കൽ. അപ്പോൾ അത് ഞങ്ങൾ കുടിക്കൽ. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ താത്താടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഓറഞ്ചിന് അവർ തല്ലൂട്ടും കാര്യങ്ങളും ഇത്ര വലുതായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ അത് ഇത്രയും ഒരു സന്തോഷമാണല്ലേ. ഇത് നമ്മുടെ നാട്ടിലത്തെ ഓറഞ്ച് പോലെ നല്ല മധുരമുള്ള ഓറഞ്ച് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ തോല് ഇത്തിരി പാടാണ് കേട്ടോ. നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാൻ ഭയങ്കര കനം കുറവാണ്. നമ്മുടെ നാട്ടിലത്തെ അത്ര കണ്ട് കനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവൾ കഴിച്ച് നോക്കുന്നുണ്ട്. താത്താറ മോളാണ്. അവൾ പറയും നല്ല ടേസ്റ്റ്, നല്ല മധുരം. ഞങ്ങളതാണ്ട് വിശ്വസിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിച്ച് നോക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി നല്ല മധുരം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? നല്ല ഫ്രൂട്ട്സ് സൈക്കിളൊക്കെ ഉണ്ടോ? ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.